ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ട്രീ ഓഫ് ലൈഫ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മുകേഷ് അംബാനി ഇന്ത്യയിലെ ഏറ്റവും ധനികനാണ്. 8 ലക്ഷം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. എന്നാൽ പലപ്പോഴും മുകേഷ് അംബാനിയേക്കാൾ ധനികരാണ് കേരളത്തിലുള്ള പകുതി പേരും എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ? ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക, എന്താ ബ്രദറായി പറയുന്നത്? 8 ലക്ഷം കോടി ആസ്തിയുള്ളൊരു വ്യക്തിയും ഈ കേരളത്തിലെ സാധാരണക്കാരെയും തമ്മിൽ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ ഈ ആലോചന ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അത് പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും ഞാൻ എന്താ പറയാൻ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 14:28 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: നിങ്ങളിൽ ഒരുവൻ ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ അത് തീർപ്പാൻ വക തന്റെ പക്കൽ ഉണ്ടോ എന്ന് ആദ്യം ഇരുന്ന് കണക്ക് കൂട്ടുകയില്ലയോ? ഒരുപക്ഷെ നിങ്ങൾ തോന്നുന്നു, ഇതെന്താണ് ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഈ ദിവസങ്ങളിൽ കുറച്ച് നാളായിട്ട് ഞാൻ കേൾക്കുന്ന, പ്രാർത്ഥിക്കാനായിട്ട് പലരും വിളിക്കുന്നുണ്ട്. സഭയിലുള്ളവരും അല്ലാത്തവരും ഒക്കെ വിളിക്കുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ 80% സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു വഴി ദൈവം തുറന്നാൽ അത് ജപ്തി നടപടിയുടെ മുമ്പിൽ വന്നവരുണ്ട്. സ്വന്തം വീട് ഇറങ്ങിക്കൊടുക്കേണ്ടിയ ജപ്തി നടപടിയുടെ മുമ്പിൽ വന്നവരുണ്ട്. അപ്പോൾ അവരിൽ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതാ ഞാനിന്ന് പറയാൻ വന്നത്. അവിടെ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ചോദിക്കും, എങ്ങനെയാണ് ഈ സാമ്പത്തികം ഇത്രമാത്രം എങ്ങനെ ബാധ്യത വരുത്തിയത്, വന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും. അവർ പറയുന്നത്, ഒരു വിവാഹത്തോട് ചേർന്ന് ഉണ്ടായ, വിവാഹത്തിന്റെ കൂടെ ഉണ്ടായ ബാധ്യതയാണ് ഞങ്ങളെ പെരുവഴിയിൽ ഇറക്കാൻ ഇടയാക്കിയത്. എന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവം തന്ന ദാനങ്ങളല്ലേ, ദൈവം തന്ന അനുഗ്രഹങ്ങളല്ലേ. അപ്പോൾ അവരുടെ വിവാഹം തീർച്ചയായിട്ടും മനോഹരമായിട്ടും ഏറ്റവും അധികം ആഘോഷമായിട്ടും നടത്തേണ്ടത് തന്നെയാണ്, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഓർത്തോണം, ആ വിവാഹം നടത്തുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ആ വിവാഹം നടത്തിയതിന് ശേഷം എന്നും ആ കുഞ്ഞുങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വേദനയാണോ? അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തിയത് കൊണ്ട് നിങ്ങൾ കുടുംബത്തിൽ ഒരു സാമ്പത്തിക ബാധ്യത വന്ന് വീടിന് വെളിയിൽ ഇറങ്ങിപ്പോകേണ്ടിയ ഒരു ജപ്തിയുടെ മുമ്പിൽ വരുന്ന ഒരു അനുഭവമാണോ? തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ആ കല്യാണത്തെപ്പറ്റി, വിവാഹത്തെപ്പറ്റി നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു സന്തോഷം കിട്ടത്തില്ല. എപ്പോഴും നമുക്ക് വേദനയായിരിക്കും, തീരെ ദുഃഖമായിരിക്കും. ആ വിളിക്കുന്നവരും പിന്നീട് വന്ന് കാണുന്ന അനേകരുണ്ട്. അവരെ കരച്ചില്ല, കാര്യം നിസ്സഹായ അവസ്ഥയില്ല, ജപ്തിയുടെ മുമ്പിൽ നിൽക്കുക. പലരും വീട് വിട്ടിറങ്ങി പോവുക. പല അനുഭവങ്ങൾ വന്നു. പ്രിയമുള്ളവരെ, അതിന് ഞാൻ വീണ്ടും പറയുന്നത്, ഒരു വിവാഹം പോലും, ഒരു നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു വിവാഹം പോലും അതിന് ഒരു കാരണം ആയി തീരുകയാണ്. പലപ്പോഴും നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ ചിന്തിക്കും, കല്യാണമൊക്കെ നല്ല ഒരു കുഞ്ഞുങ്ങൾ, ദൈവം തന്ന കുഞ്ഞിന്റെ കല്യാണം മനോഹരമായിട്ട് നടത്തണ്ടേ? തീർച്ചയായിട്ടും നടത്തണം. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്, മുകേഷ് അംബാനി, അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിന്റെ ചെലവെന്ന് പറയുന്നത് 1000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഒരു വിവാഹത്തിന്റെ ചെലവ് 1000 കോടിക്ക് രൂപ മുകളില. ഒന്ന് ഓർത്തേ, ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ സാധാരണ ഒരു 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 പണക്കാരൻ എന്ന് പറയുന്ന വ്യക്തിക്കും 1000 കോടി ആസ്തിയുണ്ടോ? 1000 കോടി ആസ്തിയുണ്ടോ? ഈ കേരളത്തിൽ എടുത്താൽ എത്ര പേർക്കുണ്ട് 1000 കോടിക്ക് മുകളിൽ? വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ, അല്ലെങ്കിൽ 100 താഴെ ഉള്ളൂ 1000 കോടിക്ക് മുകളിൽ ആസ്തിയുള്ളവർ. അപ്പോൾ ഒരു ധനികൻ തന്റെ വിവാഹത്തിന്, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അതിനെപ്പറ്റി കുറ്റം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി കുറ്റം പറയാനല്ല ഞാൻ ഒരിക്കലും കരുതിൽ മുകേഷ് അംബാനിയെ കുറ്റം പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. അത് ആദ്യം ശ്രദ്ധിച്ചോ. ഈ കേരളത്തിൽ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ 1000 കോടിക്ക് മുകളിൽ. അപ്പോൾ ഒരു ധനികൻ, ഇന്ത്യയിലെ തന്നെ ഒരു ധനികൻ, തന്റെ മകന്റെ കല്യാണത്തിന് 1000 കോടി അല്ലെ 1200 കോടി രൂപ ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ വിവാഹ ക്ഷണക്കത്തിന് തന്നെ 1.5 ലക്ഷം രൂപയാണ്. ഓരോ വിവാഹ ക്ഷണക്കത്തും 1.5 ലക്ഷം രൂപയിൽ കൂടുതലാണ് അതിന് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, കേട്ടോ, 1000 കോടി രൂപ അല്ലെ 1200 കോടി മുടക്കി അവർ കല്യാണം നടത്തി. അന്നേരമാ
എൻ്റെ മകളുടെ കല്യാണം ഞാൻ നടത്തിയതിന് ബ്രദർ ഇങ്ങനെ പറയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടണം. 8 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള വ്യക്തിയാണ് 1000 കോടി രൂപ അദ്ദേഹം വിവാഹത്തിനായിട്ട് മാറ്റിവെച്ചത്. മനസ്സിലാക്കിക്കോണം. 8 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള വ്യക്തിയാണ് 1000 കോടി വിവാഹത്തിനായിട്ട് മാറ്റിവെച്ചത്. എന്ന് പറഞ്ഞാൽ 0.125%. 0.125% മാത്രമാണ് അദ്ദേഹം ആ വിവാഹത്തിനായി ചെലവഴിച്ചത്. എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ, 8 കോടി ആസ്തിയുള്ള ഒരു വ്യക്തി ഒരു വിവാഹം നടത്തണമെങ്കിൽ പരമാവധി ചെലവഴിക്കേണ്ടുന്ന തുക 1 ലക്ഷം രൂപയാണ്. മനസ്സിലായോ? ഞാൻ പറയുന്നതിന്റെ ആ അർത്ഥം പിടികിട്ടിയോ? 8 കോടി രൂപ ആസ്തിയുള്ള വ്യക്തി, മുകേഷ് അംബാനി 8 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള വ്യക്തി 1000 കോടി ചെലവഴിച്ചതുപോലെ തന്നെയാണ് 8 കോടി ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് 1 ലക്ഷം രൂപ വിവാഹത്തിന് മുടക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു വിവാഹത്തിന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ 1 ലക്ഷം രൂപയ്ക്ക്? പോട്ടെ, കേറ്ററിംഗ് എവിടെ നിൽക്കട്ടെ, ഹോളിന്റെ റെന്റൊക്കെ ഇപ്പൊ എത്ര? 3 ലക്ഷം 4 ലക്ഷം രൂപയൊക്കെയാണ്. പിന്നെ കേറ്ററിംഗിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, സ്വർണത്തിന്റെ കാര്യം പറയാൻ വേണ്ട, അല്ലെങ്കിൽ തുണിയുടെ കാര്യം ഒന്നും പറയണ്ട, അല്ലെങ്കിൽ സമ്മാനങ്ങളുടെ കാര്യം ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. പിന്നെ വീട് മോടി പിടിപ്പിക്കൽ. ഒന്ന് ഓർത്തേ, 8 കോടി രൂപ ആസ്തിയുള്ള ഒരു വ്യക്തിക്ക് മുകേഷ് അംബാനി തന്റെ മകന്റെ വിവാഹം നടത്തിയ ആർഭാടത്തിൽ നടത്തുന്നത് 1 ലക്ഷം രൂപ മുടക്കുമ്പോൾ ആ ആർഭാടത്തിലാണ് നടത്തുന്നത്. അഥവാ പിന്നെ എന്നെ കേൾക്കുന്ന അവരൊന്ന് ചിന്തിച്ച്, എൻ്റെ അടുത്ത് വന്നവരെ ആരും എൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കായിട്ടോ അല്ലെങ്കിൽ കണ്ണു നിറഞ്ഞ് ജപ്തിയുടെ മുമ്പിൽ നിന്നവരൊക്കെ ആർക്കും 8 കോടി രൂപ ആസ്തിയുള്ളവരല്ല. 8 കോടി ആസ്തിയുള്ളവരല്ല. ചിലപ്പം 10 ലക്ഷം രൂപ അല്ലെ 15 ലക്ഷം 20 ലക്ഷം രൂപയുടെ ആസ്തിയുള്ളവരായിരിക്കും. വീടും പറമ്പും എല്ലാം കൂടെ ചേർന്ന് അത്രയൊക്കെ ഉള്ളൂ. അവരാണ് 10 അല്ലെങ്കിൽ ഒരു 20 ലക്ഷം രൂപ ഉണ്ടെന്ന് കൂട്ടിക്കും. 20 ലക്ഷം രൂപ ഉള്ള വ്യക്തിയാണ് 5 ലക്ഷം രൂപ ബാധ്യതപ്പെടുത്തി വിവാഹം നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ 20 ലക്ഷം രൂപ ഉള്ളവരാണ് 10 ലക്ഷം രൂപ ബാധ്യതപ്പെടുത്തി വിവാഹം നടത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ആസ്തിയുടെ പകുതി, അതായത് മുകേഷ് അംബാനി 8 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള വ്യക്തി 4 ലക്ഷം കോടി രൂപ മുടക്കി ഒരു കല്യാണം നടത്തിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇന്ന് പല സാധാരണക്കാരും തങ്ങളുടെ സാമ്പത്തിക നില, അത് ഞാൻ വായിച്ച കാര്യം കണ്ടില്ലേ, ദൈവവചനം എത്ര ബെസ്റ്റായിട്ടാണ് പറയുന്നത്. അവിടെ ലൂക്കോസ് സുവിശേഷം ഒന്നുകൂടെ നോക്കി, ഈ ദൈവവചനത്തിൽ ഇല്ലാത്ത ഒന്നുമില്ല. അവിടെ എതിരിക്കുക, ലൂക്കോസ് സുവിശേഷം 14:28 ദൈവം തമ്പുരാൻ യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ്, നിങ്ങളിൽ ഒരുവൻ ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ അത് തീർക്കുവാൻ ചെലവ് തന്റെ പക്കൽ ഉണ്ടോ എന്ന് ആദ്യം ഇരുന്ന് കണക്ക് കൂട്ടത്തില്ല. ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, കടഭാരത്തിൽ വന്നിട്ട് ഒരൊറ്റയാള് സഹായിക്കത്തില്ല, ഒരു വ്യക്തിക്കും സഹായിക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തിയെ സഹായിക്കുമെന്ന് കരുതി ഒന്നും ചെയ്യുകയും ചെയ്യരുത്. കാര്യം അവര് നിസ്സഹായര. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടും വിഷയവും അവരുടെ ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. നമ്മൾ വെളിയിൽ നോക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല അവരുടെ സാഹചര്യം. അതുകൊണ്ട് ഇന്ന വ്യക്തി എന്നെ സഹായിക്കും, ഇന്ന വ്യക്തി കുറച്ച് രൂപ ഇങ്ങ് തന്നാൽ എന്നാ കുഴപ്പം? പലരും പറയുന്ന അവർക്ക് ഇങ്ങോട്ട് തന്നാൽ പോരെ, അവർ തരത്തില്ലെന്നേ. അങ്ങനെ ഗോപുരം പണിയുന്നതിന് മുമ്പേ ഇത് പ്ലാൻ ചെയ്യേണ്ടത് താങ്കളുടെ മാത്രം ഉത്തരവാദിത്വമായിരുന്നു. തീർപ്പാൻ പറ്റുമോ എന്നുള്ളത് നോക്കേണ്ടത് താങ്കളുടെ മാത്രം ഉത്തരവാദിത്വം. കാര്യം ദൈവവചനം പറയുക, യേശു പറഞ്ഞതാ, നിങ്ങളൊരു ഗോപുരം പണിയാൻ പോയാൽ നിങ്ങൾ ഇരുന്ന് ചിന്തിച്ചിട്ട് കണക്ക് കൂട്ടിയിട്ടല്ലേ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ പകുതി വഴിക്ക് വെച്ച് നിങ്ങൾ പണി നിർത്തിക്കഴിഞ്ഞാൽ ആ വഴിയെ പോകുന്നവരെല്ലാം നിങ്ങളെ കളിയാക്കത്തില്ലേ? ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, പോട്ടെ, ഞാൻ വീണ്ടും പറയാം. ഇപ്പൊ ഇതുപോലുള്ള നടപടികളിൽ ജപ്തിയുടെ മുമ്പിൽ ഭാരത്തിൽ നിൽക്കുന്നവരെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ദൈവം വഴി തുറക്കാൻ ശക്തനാണ്. എന്തെങ്കിലും ഒരു വഴി ദൈവം തുറക്കും. ചെങ്കടലിന്റെ മുമ്പിൽ വഴി തുറന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിൽ ദൈവം നിങ്ങൾക്ക് വഴി തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എരിഹോ കോട്ട തകർത്ത് വഴി ഒരുക്കിയ ഒരു ദൈവമുണ്ട്. 40 വർഷം ഇസ്രയേൽ മക്കൾക്ക് മന്നായും കാടപ്പക്ഷിയും നൽകിയൊരു ദൈവമുണ്ട്. തീർച്ചയായിട്ടും അതൊന്നും മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ദൈവജനത്തിൽ നിന്ന് എൻ്റെ ആലോചന ഞാൻ പറയുന്നില്ല. ദൈവജനത്തിൽ നിന്ന് പറയുക, ഗോപുരം പണിയാൻ പോകുന്നു. ഇന്ന് നിങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു വീട് പണിയാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്കത് തീർക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ അവസാനം നാട്ടുകാരെയും സഭക്കാരെയും
കൂടുള്ളവരെയും പിന്നെ അയൽവക്കക്കാരെയും ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാര്യം ദൈവവചനമാണ്. ഗോപുരം പണിയാൻ പോകുന്നതിന് മുമ്പേ ഇരുന്ന് ചിന്തിക്കണം. അടുത്തൊരു വചനമുണ്ട്, സദൃശവാക്യങ്ങൾ 6:6-8. അവിടെ എഴുതിയിരിക്കുന്നു, മടിയനെ ഉറുമ്പിന്റെ അടുക്കൽ ചെന്ന് അതിന്റെ വഴികൾ നോക്കി പഠിക്കുക. ഉറുമ്പിന്റെ അത് ശേഖരിച്ചു വെക്കുക. നിന്നെ കേൾക്കുന്നവരോട് പറഞ്ഞാൽ, നിങ്ങളുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലേ ആ കുഞ്ഞിന് വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ വിവാഹം വരും. അപ്പോൾ അവിടെ എഴുതിയിരിക്കുക, മടിയനെ നീ ഉറുമ്പിനെ നോക്കി പഠിക്കുക. ഉറുമ്പ് അരിമണി അല്ലെങ്കിൽ ആ ധാന്യം ശേഖരിച്ചു കൊണ്ട് വെക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ നിന്നെ കേൾക്കുന്നവരോട് ഒരു വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് ദൈവം നടത്തിയില്ലെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവിടെ എഴുതിയിരിക്കുന്ന ഉറുമ്പിന്റെ അടുത്ത് പോയി ബുദ്ധി പഠിച്ചോളാനാണ് പറഞ്ഞേക്കുന്നത്. കാര്യം അതെങ്ങനെ ശേഖരിച്ച് ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറട്ടെ, 1 രൂപ നമ്മൾ കളയാൻ പാടില്ല. ഒരു കർത്താവ് നമ്മുടെ കയ്യിൽ പണം തരുമ്പോൾ അതെങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതും കൂടെ ദൈവം നോക്കും. അതെങ്ങനെയാ ചെലവഴിക്കുന്നതെന്നും കൂടെ. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിന് ഞാൻ വിചാരകനാകും. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നതെല്ലാം ആർഭാടത്തിൽ ചെലവഴിച്ചിട്ട് അവസാനം ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതാണ് പറഞ്ഞത്. അവിടെ ദൈവത്തിന്റെ സദൃശ്യവാക്യത്തിൽ പറയാ, മടിയനെ നീ ഉറുമ്പിനെ കണ്ട് എന്താ ബുദ്ധി പഠിക്കാഞ്ഞത്? കാരണം ഈ ദിവസങ്ങളിൽ ഞാൻ കേൾക്കുക, എന്തുകൊണ്ടാ ദൈവസഭ അത് ചെയ്യാത്തത്? എന്തുകൊണ്ടാ എനിക്ക് വീട് വെച്ച് തരാത്ത, അല്ലെങ്കിൽ എന്തുകൊണ്ടാ ജപ്തിക്ക് പൈസ തരാത്തത്? എന്തുകൊണ്ടാ എന്നെ അങ്ങ് സഹായിക്കാത്തത്? ബാങ്കിലെ ലോൺ അടച്ചു വിട്ടാൻ എന്തുകൊണ്ടാ ആരും സഹായിക്കാത്തത്? സഹായിക്കത്തില്ലെന്നേ. കാര്യം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നവും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മറ്റൊരാളെ കണ്ടുകൊണ്ട് നമ്മുടെ ബാധ്യത വരുത്തി വെക്കാൻ പറ്റത്തില്ല. അടുത്തൊരു വാക്യം കൂടെ പറയാണ്, സദൃശവാക്യങ്ങൾ 22:7 ഇപ്രകാരം പറയുന്നത്, സമ്പന്നൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവന്റെ അടിമയാകും, ദാസനാകും. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോട് പറയാം, നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ ഇഷ്ടം പോലെ ലോൺ ആപ്പുകളിൽ പെട്ട് ജീവിതം തകർത്തവരെ എനിക്കറിയാം. ലോൺ ആപ്പുകളിൽ പെട്ട് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ പൈസ കിട്ടും. ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പോയി പൈസ എടുത്താ നാളെ എങ്ങനെയും കൊടുക്കാം എന്ന് പറഞ്ഞ് ഇന്ന് മേടിക്കുന്നവരുണ്ട്. ദൈവവചനം പറയുന്നത്, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന്റെ ദാസന, അടിമയാണ്. ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്കറിയാം, ഒരു ബ്ലേഡ് കമ്പനി പൊട്ടിയപ്പം ഒരു ദേശം മുഴുവനും വൈപ്പ് ഓഫ് ആയി. എല്ലാ കുടുംബങ്ങളിലും ബ്ലേഡ് കമ്പനി ഈ ബാങ്ക് പലിശയുടെ 3 മടങ്ങ് പലിശ വാഗ്ദാനം ചെയ്ത ഒരു ബ്ലേഡ് കമ്പനി, അത് പൊട്ടിയപ്പം ഒരു ദേശം മുഴുവനും അന്ധകാരത്തിലായി. അത് 1 ലക്ഷം മുതൽ കോടികൾ വരെ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. മുഴുവൻ പോയി. കാരണം എന്താ? ആ ബുദ്ധിപൂർവ്വം അത് ചെയ്തില്ല. ചിന്തിക്കണമായിരുന്നു. പത്രം വായിക്കുന്നവരല്ലേ, ഇപ്പോഴത്തെ ബിസിനസ് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ആർക്കാണ് അതുപോലെ പലിശ കൊടുക്കാൻ പറ്റുന്ന ബിസിനസ് ഏതുണ്ട് ഇന്ന് കേരളത്തിൽ? ഏത് കേരളത്തിലുണ്ട്? ഒരുപക്ഷെ ചുരുക്കം ചിലത് കാണും. ഞാൻ അതിനെപ്പറ്റി ഇന്ന് പേര് പറയുന്നില്ല. അതെന്തൊക്കെയാണ് നിങ്ങൾക്ക് തന്നെ പത്രം വായിക്കുന്നവർക്കറിയാം. അവരെയൊക്കെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാണുമായിരിക്കും, ഒരുപക്ഷെ അതിന് ലാഭം കാണുമായിരിക്കും. 150, 200, 500% കാണും. ഈ 36, 40 ഒക്കെ ശതമാനം കൊടുക്കണമെങ്കിൽ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പറ്റുന്നത്? ശ്രദ്ധിച്ചോണം. ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചോണം. നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ ലോൺ ആപ്പുകളിൽപ്പെട്ട് അനേക ജീവൻ കുരുതി കൊടുക്കുക. യഥാർത്ഥത്തിൽ കുരുതി കൊടുക്കുക. ഇന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘകാലം 10 വർഷം 20 വർഷമൊക്കെ ബാങ്കുകാർ ലോൺ തരും. അതിന്റെ അർത്ഥം എന്താ? 20 വർഷം എനിക്ക് വരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണ ബോധ്യത്തിൽ ഇന്ന് പൈസ എടുത്ത് ആർഭാടത്തിൽ ചെലവഴിക്കുക. നാളെ എന്റെ കൈ കിട്ടും എന്ന് കരുതി ഞാൻ ഇന്ന് അങ്ങ് ചെലവഴിക്കുക. മണ്ടത്തരം. നാളത്തെ കാര്യം ഇന്ന് കണ്ടില്ലേ? ഈ മിഡിൽ ഈസ്റ്റിലുള്ള ടെൻഷൻ. എത്ര കുടുംബങ്ങളാണ് ഭയന്നിരിക്കുന്നത്. വലിയ കെട്ടിടങ്ങൾ, വലിയ വീടുകൾ വെച്ചിട്ട് 2-3 കോടി രൂപയുടെ വീടുകൾ വെച്ചിട്ട് അതിനകത്ത് താമസിക്കാൻ ആളില്ല. അതൊരു ഡെഡ് മണിയാണ്, ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. 1 രൂപ അതിൽ നിന്ന് കിട്ടത്തില്ല. മാത്രമല്ല അതിന്റെ മുറ്റത്ത് ഒന്ന് വൃത്തിയാക്കി ഇടാൻ പോലും പൈസ ഇല്ലാത്ത അനേകരുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയാം, ഡെഡ് ഇൻവെസ്റ്റ്മെന്റ്, 1 രൂപ റിട്ടേൺ ഇല്ല. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ബാധ്യത വരുത്തി വെച്ചിട്ട് ദൈവത്തെ കുറ്റം പറയരുത്. ഇപ്പൊ നിങ്ങൾക്ക് ലോൺ കാണുമായിരിക്കും, പക്ഷെ പേടിക്കേണ്ട. ദൈവത്തെ വിശ്വസിക്കുക, മുൻപോട്ട് പോവാ. ഇത്രയും നാൾ വന്നവരോടല്ല ഞാൻ പറയുന്നത്.
ഇനിയും ബാധ്യത വരുത്തി വെക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുകേഷ് അംബാനി 8 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള വ്യക്തി 1000 കോടി ചെലവഴിച്ചെന്ന് പറഞ്ഞ് എനിക്ക് ഞാൻ ചെലവഴിക്കാൻ പരിധി വെച്ചോളും, അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക്. ഇന്ന് ഞാൻ പറഞ്ഞതിൽ കാരണം എന്താ? 100 കണക്കിന് പേരാ വിളിച്ചു പറയുന്നത് ബാധ്യതപ്പെട്ടു, ഇനിയും ആത്മഹത്യയല്ല, നിവൃത്തിയില്ല, വീട് വിട്ടിറങ്ങിപ്പോകണം. എങ്ങനെ സംഭവിച്ചു? ആർഭാടത്തിൽ പലരും ആർഭാടമായി പലതും നടത്തി നാളെ ശരിയാകുമെന്ന് കരുതി ചെയ്തതാണ്. പക്ഷെ ശരിയായില്ല. ഞാൻ ഇന്ന് നിങ്ങളെ ആരെയും നിരുത്സാഹപ്പെടുത്തുകയല്ല, എന്നെ കേൾക്കുന്ന നിരുത്സാഹപ്പെടുത്തുകയല്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്കത് തീർക്കാൻ വകയുണ്ടോ? അതാ ഞാൻ പറഞ്ഞത് ലൂക്കോസിന് സുവിശേഷം 14:28 പറയുന്നത്, ഒരുവൻ ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ അത് തീർക്കുവാൻ തന്റെ ചെലവ് പക്കൽ ഉണ്ടോ എന്ന് ആദ്യം ഇരുന്ന് കണക്ക് കൂട്ടണം. കാരണം കർത്താവ് ബുദ്ധിയും കൂടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ വീണ്ടും പറയാം, കല്യാണത്തിന് ആർഭാടം കാണിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. 1000 പേര് 200 പേരെ വിളിക്കാൻ കഴിവുള്ളവര് 1000 പേരെ വിളിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര സദ്യയും കൊടുത്തിട്ട് എന്തുവാ സംഭവിക്കാൻ പോകുന്നത് എന്തുവാ? ആ സദ്യക്ക് ഇരുന്നിട്ട് ഉപ്പിന് ഉപ്പ് പോരാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. 20 ഐറ്റം വിളമ്പിയാലും അതിനകത്ത് ഒരു ഐറ്റത്തിന്റെ കുറവായിരിക്കും അവരുടെ ജീവിതകാലം മുഴുവൻ അവർ പറയാൻ പോകുന്നത്. പറയുന്നവര് പറയട്ടെ. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ വിവാഹം നടത്തുക. കഴിവിനനുസരിച്ച് ആൾക്കാരെ വിളിച്ചാൽ മതി. ഞാൻ എന്റെ ഒരു ആഗ്രഹം, എന്നെ ആരും സഭയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ 14,000 പേര് ഉള്ള ഒരു സഭയാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ വിളിക്കും. ഞാൻ പറയാൻ ആഗ്രഹിക്കുക, എന്നെ ഈ ദിവസങ്ങളിൽ ഞാൻ പറയും, എന്നെ നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു വിരോധമില്ല. എന്നെ കല്യാണത്തിന് വിളിക്കണ്ട. ഒരാളുടെ ഒന്ന് കുറച്ച്. ഇന്ന് എന്നെ വെറുതെ ആർഭാടത്തിൽ ചെന്ന് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തില്ല. എന്നെ വിളിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നെ കേൾക്കുന്ന മുഴുവൻ എന്നെ വിവാഹം വിളിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ കുടുംബത്തെ വിളിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒന്ന് എന്താ ഞാൻ പറഞ്ഞത്, ഒന്ന് ബുദ്ധിപൂർവ്വം ആ പൈസ ഒന്ന് മാനേജ് ചെയ്ത് നാളെ നിങ്ങൾ കടക്കണിയിലാകാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ വിളിച്ചില്ലെങ്കിൽ എനിക്ക് വിരോധമില്ല. കാര്യം അതുപോലെയായി ഈ ദിവസങ്ങളിൽ ഞാൻ കേൾക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയാം, അബദ്ധം പറ്റിയെങ്കിൽ പേടിക്കേണ്ട. അബദ്ധത്തെ അത്ഭുതമാക്കുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞതെന്തും പൊക്കോട്ടെ. ഇനി ഒന്നും തിരിച്ചു പോയി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ പറയത്തില്ല, പോയ ബുദ്ധി ആന പിടിച്ചാലും തിരിച്ചു വരത്തില്ലെന്ന് പറയത്തില്ല. പോട്ടെ, കഴിഞ്ഞു. ദൈവം ഒരു വഴി ഒരുക്കുമെന്ന് തന്നെ വിശ്വസിക്കും. ഇനിയും നമ്മൾ ശ്രദ്ധിക്കുക. ആർഭാടത്തിന് ആ വലിയ കാർ എടുക്കണോ? ചിന്തിക്കണം. അപ്പനും അമ്മയും 2 പിള്ളേരും മാത്രമുള്ള ആ വീട് 5 ബെഡ്റൂമിന്റെ വേണോ? ചിന്തിക്കും. 1500 സ്ക്വയർ ഫീറ്റ് വേണോ? അതോ 4000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കണോ? നാട്ടുകാരെ കൊണ്ട് ഭയങ്കരം എന്ന് പറയിപ്പിക്കണോ? ചിന്തിക്കും. ഇന്ന് അതുപോലുള്ള ഭീകര അനുഭവങ്ങളാണ് കേട്ടോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. 100% വിശ്വസിക്കുന്നു. എന്നാലും കർത്താവ് തന്ന ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. പിതാവ്, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുവചനമാണ്, വിവേകത്താൽ ഒരുവൻ വീട് പണിയും. വിവേകം ഞങ്ങൾ ഉപയോഗിക്കണം. ദൈവം തന്ന വിവേകം ഉപയോഗിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന മുഴുവൻ പേരെയും ദൈവത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇനി മുൻപോട്ടുള്ള ഭാവി, മുൻപോട്ടുള്ള തീരുമാനങ്ങൾ ബുദ്ധിയോടെ ചെയ്യുവാൻ തക്കണം. തീരുമാനങ്ങളെടുത്ത് ചെയ്യുവാൻ തക്കണം. ഞങ്ങളെ സഹായിക്കണേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണമേ. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ബലഹീനമായ പല അനുഭവങ്ങൾ തീരുമാനങ്ങളെടുത്ത് അബദ്ധത്തിലായിരിക്കുന്നവരുണ്ട്. കർത്താവെ, വഴി തുറക്കണേ. കർത്താവെ, ചെങ്കടലിൽ വഴി തുറന്ന കർത്താവ് വഴി തുറക്കണേ. എരിഹോ കോട്ട തകർത്ത് വഴി ഒഴുക്കിയ പോലെ ഒഴുക്കണേ. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ ആ ആനാവിലെ കല്യാണത്തിന് ആ ഭവനം അവരുടെ കണക്കൂട്ടലുകൾ പിഴച്ചു നിന്നപ്പോഴും അവിടെ നിന്ന് ആ കണക്കൂട്ടലിൽ പിഴച്ചതിനെ കർത്താവ് മാനപാത്രമാക്കി തീർത്ത് അത്ഭുതമാക്കി ദേശത്ത് കർത്താവ് മാനിച്ചതുപോലെ ഓരോരുത്തരെയും കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമേ. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പൊ പേടിക്കൊന്നും ചെയ്യണ്ട. പ്രാർത്ഥന ഇരുന്നാൽ മതി. ദൈവം വഴി തുറക്കും. പക്ഷെ എന്ന് കരുതി നാളെ ഇനിയും തൊട്ടുള്ളത് നമുക്ക് ബുദ്ധിപൂർവ്വം ആലോചനയോടെ നമുക്ക് ചെയ്യാം. ചെയ്തില്ലേ? ഓക്കെ ആണോ? ഞാൻ പറഞ്ഞത് എന്നോട് വിരോധമൊന്നുമില്ലല്ലോ. കാര്യം അനുഭവം കാണുന്ന എന്നെ ഈ ദിവസങ്ങളിലുള്ള അനുഭവം കൊണ്ടാണ് പറഞ്ഞത്.
അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.